നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. യെസ്, ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് ബിഗ് ടി വിയും സുജയ പാർവതിയും അവരെ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു. എന്തൊക്കെയാണ് ആൾക്കാർ പറയണത് വെച്ചാൽ സത്യം പറഞ്ഞാൽ ചിരി വന്നുപോയി. കാരണം എന്താ അറിയോ, കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റി. അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാവുന്നത് ഇന്നലെ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇത് മനസ്സിലാവുന്നത് ഈ മീഡിയ ഫീൽഡിൽ മുഖ്യധാര മാധ്യമങ്ങൾ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും സോഷ്യൽ മീഡിയ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് എന്താണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് മനസ്സിലാക്കിയവർക്ക് വളരെ കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ടാവും. ബിഗ് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അവസരം അവർ വിനിയോഗിച്ചു. ഇതിന് ഒന്നും അറിയാതെ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടു. ഒന്നും അറിയാതെ അതിൽ പോയി വീട് കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അനുസരിച്ച് വ്യൂസ് ഉള്ളതുകൊണ്ട് തിരക്കിടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ അനിൽ അയിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എത്ര പേർക്ക് അറിയില്ല. പുള്ളിയുടെ പുള്ളിയെ പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കുക, ഈ വ്യക്തി ആരാണെന്നൊന്ന് നോക്കുക. അതിൻ്റെ ഒപ്പം ഇന്നിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന 24 ന്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ടർ, ഇവർ രണ്ടുപേരും എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിന്? ഇന്ന് അവരുടെ ഈ സാറ്റലൈറ്റ് അല്ല, ഓൺലൈൻ മീഡിയ, അതായത് യൂട്യൂബിൽ, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒന്നും കൂടി റിലയബിൾ ആയിട്ടുള്ള ന്യൂസ് തരുന്ന അല്ലെങ്കിൽ പഴയ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, ഇവർക്കൊന്നും എന്തുകൊണ്ടായി 24-നെ അല്ലെങ്കിൽ റിപ്പോർട്ടറിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാതെ, അവരുടെ അടുത്തേക്ക് പോലും എത്താൻ പറ്റാത്തത് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാവും. 24-ൽ SKN, പിന്നെ ഹാഷ്മി, അപ്പുറത്ത് റിപ്പോർട്ടറിൻ്റെ സ്ട്രാറ്റജി നോക്കിയാൽ മതി. മെയിൻ ഡോക്ടർ അരുൺകുമാർ. എന്തിനാണ് റിപ്പോർട്ടർ ഡോക്ടർ അരുൺകുമാറിനെ കൊണ്ടുവന്നിട്ടുള്ളത്? പഴയ മുട്ടിൽ, മരമുറി, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഈ ബിഗ് ടി വിയുടെ പുറകിലുള്ള ആൾക്കാർ, ഇപ്പോൾ അനിൽ അയിരൂരാണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇന്ന് 4 ആൾ അറിയുക അല്ലെങ്കിൽ 4 ആൾ ഡിസ്കസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇന്നൊരു സാധനം പുറത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ 1 സംഭവമാണ് നെഗറ്റിവിറ്റി. അത് നെഗറ്റിവിറ്റി ആൻഡ് ട്രോൾ. സുജയ പാർവതി ഇന്നലെ ഒരു ദിവസവും 2 ദിവസം കൊണ്ടായിട്ട് എത്ര അധികം ട്രോളുകൾ ഏറ്റുവാങ്ങി, എത്ര വിമർശനങ്ങൾ ഏറ്റുവാങ്ങി, ബോഡി ഷെയ്മിങ് ഏറ്റുവാങ്ങി. സുജയനെ ബോഡി ഷെയ്മിങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരൊന്നു ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് വളരെ കൃത്യമായിട്ട് ഈ വക പദ്ധതികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു ഫോർമുല സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബിഗ് ടി വി ക്ലിയറായിട്ട് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇതറിയാത്തവരാണോ? ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ബിഗ് ടി വിയുടെ യൂട്യൂബ് ചാനൽ കണ്ടോ? 11.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഞാനും ചെയ്യട്ടെ. 11.4 നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽ. പെട്ടെന്ന് ചിന്തിക്കും, എവിടുന്ന് വന്നു ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ്? സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പോകുന്നൊരു ചാനൽ അവർ വാങ്ങിയതായിരിക്കണം. നല്ല രീതിയിൽ ഇൻ ദ സെൻസ് ഓൾറെഡി വ്യൂവേഴ്സ് ഉള്ളൊരു ചാനൽ അവർ വാങ്ങിയതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ അവരുടെ വീഡിയോ സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഓൾഡസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, 7 വർഷം മുന്നുള്ള വീഡിയോ ഒക്കെ ഇതിൽ നിൽക്കുന്നുണ്ട്. ഐബിസ് മൂവി പൂജ ഫംഗ്ഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ പ്രോമോ, ഒരു കുട്ടനാടൻ ബ്ലോഗ് മൂവി, ചിക്കാരി ശംഭു എന്നും പറഞ്ഞിട്ട് 7 വർഷം മുന്നുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇതിന് മുന്നേ ആ ചാനൽ ചെയ്ത സംഭവം. ഇനി പോപ്പുലർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തകർപ്പൻ ഡാൻസുമായി നൂറിനും സാനിയും, ആനപ്പുറത്തെത്തിയ അവതാരത്തെ കണ്ട് പിണങ്ങി രാമൻകുട്ടി, ഭാമക്കുട്ടിയോ ഏതൊക്കെയോ, മനസ്സിലായോ? ഒരു പഴയ പൈങ്കിളി ചാനൽ എടുത്തിട്ട് അതിനെ റീബ്രാൻഡ് ചെയ്ത് ബിഗ് ടി വി എന്നാക്കുമ്പോൾ അതിലുള്ള പഴയ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ വീഡിയോസൊക്കെ റിമൂവ് ചെയ്യണം എന്ന് അറിയാഞ്ഞിട്ടാണോ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്? വളരെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിങ്ങാണ് അവിടെ നടന്നിട്ടുള്ളത്. അലിൻ ജോസ് പരേര, ആറാട്ടണ്ണൻ, പിന്നെ വേറെ ഏതൊക്കെയോ പേരില്ലാത്ത അണ്ണന്മാർ, പിന്നെ നമ്മുടെ അണ്ണി, രേണു സുധി, ഇവരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫോർമുല ഉണ്ട്. ഇവരൊക്കെ യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലെ
ഇപ്പോൾ ഉള്ള നടക്കുന്ന ഫോർമുല, അതായത് നെഗറ്റിവിറ്റി, ആൾക്കാരെ കൊണ്ട് കളിയാക്കിക്കുക, ആൾക്കാരെ കൊണ്ട് ട്രോൾ ചെയ്യിപ്പിക്കുക, ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നാലാളറിയും, ചർച്ച ചെയ്യും. മുഖ്യധാരാ മാധ്യമങ്ങളുടെ കൂടെ മറ്റുള്ള നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൂടെ ഒന്നും ഇവർക്ക് എന്തായാലും എത്താൻ കഴിയില്ല. 100% ആ ഒരു പ്രസൻസ് എത്തിക്കണ്ടേ, അതിലേക്ക് എത്തിക്കണ്ടേ. സുജയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി പത്മ, ഇങ്ങനെ 2-3 ആൾക്കാരെ കൊണ്ടൊന്നും കഴിയില്ല. അതവർക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വ്യക്തവും ശക്തവുമായി അവർക്കറിയാം. ആ സാധനമാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലൊന്നും അറിയാതെ കുറേ ആൾക്കാർ ആട്ടം കണ്ടത് ആലോചിച്ച് നോക്കുക. വെള്ളത്തിൽ വീണ എലി എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ആ മേക്കപ്പിൻ്റെ കേസ്, ഇതൊന്നും നിങ്ങൾക്ക് എനിക്കറിയില്ല കേട്ടോ. ഈ ട്രോളന്മാരെ മാതിരിയാണോ കാണുന്നവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാണുന്നവർക്ക് ഒന്നും കൂടി ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. നിങ്ങൾക്ക് വിവരമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഈ അടിച്ചു ചില ആൾക്കാർ പറഞ്ഞു കേട്ടോ ഞെട്ടിപ്പോയി. ചില റിയാക്ഷൻ തന്നെ ആൾക്കാർ പറഞ്ഞിട്ട് ഈശ്വര ഇവർ തനി പൊട്ടനാണല്ലോ ഇവൻ. കാരണം ഒരു കുന്തം അറിയാതെ സംസാരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇത് ന്യൂസ് ഫീൽഡിൽ, ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു ഫിഗർ നിങ്ങൾ കേട്ടോ ബിഗ് ടി വി വരുന്ന സമയത്ത്. സുജയ പാർവതിക്കൊക്കെ 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ട് ഞെട്ടിപ്പോയി എല്ലാവരും. അവിടെ എല്ലാവരും ഞെട്ടിയില്ലേ, 10 ലക്ഷം രൂപയോ സുജയ പാർവതിക്ക് ഉണ്ട് എന്നിട്ട്. അപ്പോൾ അത്രയധികം എംപ്ലോയീസിനെ കെയർ ചെയ്ത് എംപ്ലോയീസിനെ പൊക്കിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. ശരിക്കും എത്ര ആൾക്ക് 10 ലക്ഷം ഉണ്ടെന്നുള്ളത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ടോപ്പ് സാലറി കിട്ടുന്ന എത്ര പേര് അതിലുണ്ടെന്നുള്ളത് എത്ര പേർക്ക് അറിയും? ക്യാമറാമാൻമാർ, ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ഇവർക്കൊക്കെ മറ്റുള്ള ന്യൂസ് ചാനൽസ് കൊടുക്കുന്ന രീതിയിലുള്ള സാലറി കൊടുക്കുന്നുണ്ടോ? ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ റിപ്പോർട്ടർ, ക്യാമറാമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാലറി അനുപാതം എന്താ പറയുക അല്ലേ, പെർസെൻറ്റേജ് 60-40 ആണ്. 60% ഗോസ് ടു ദി റിപ്പോർട്ടർ ആൻഡ് 40 ടു ദി ക്യാമറാമാൻ. അറിയാൻ കഴിഞ്ഞത് ബിഗ് ടി വി ഇത് 80-20 ആണ്. 80% സാലറി ന്യൂസ് റിപ്പോർട്ടറിനും, ക്യാമറാമാൻമാർക്ക് 20% ഉള്ളൂ. പഴയൊന്നും ആ ഒരു ഇത് റേഷ്യോ കുറച്ചു, ആ ഒരു പെർസെൻറ്റേജ് കുറച്ചു. കുറച്ച് പേർക്ക് മാത്രമാണ് ഈ സ്ഥാപനം വലിയ എമൗണ്ട് പേ ചെയ്യുന്നത്, താഴെയുള്ളവർക്കില്ല. പക്ഷെ ആൾക്കാരിലേക്ക് എന്തെത്തുന്നു? 10 ലക്ഷം കൊടുക്കുന്നു, റാഞ്ചുന്നു. രണ്ടാമത്തെ കോൺട്രവേഴ്സി, ഇവരെല്ലാവരും കൂടി ഹൈദരാബാദ് കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുകയാണെന്ന്. ഇതൊക്കെ ബോധപൂർവം ചില ആൾക്കാർ, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് എനിക്കൊന്ന് ബോധപൂർവം പിന്നെ അവരും കൂടി ഇതിൽ ഭാഗമാണെന്ന് തോന്നുക. ഇലക്ഷന് വരാൻ പോവുക, അതിന് ഹെഡായിട്ട് അവർക്ക് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ 4 ആൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വകുപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ്. സോഷ്യൽ മീഡിയ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വൃത്തിക്കറിയാം. സുജയയെ മേക്കപ്പ് മാൻ ചതിച്ചു. സുജയും ബിഗ് ടി വിയും ഊടായിപ്പ്. ബിഗ് ടി വിയിൽ നിന്നാണ്, ബിഗ് ടി വി കടത്തിലാണ്, ഉടൻ പൂട്ടും. ഒന്നുമില്ല. ഇത് അറിയാൻ കഴിഞ്ഞ സംഭവമാണ്. ഇത് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? ഇതെല്ലാം ഒരു നാടകമാണ്. കറക്റ്റ്, അതാണ് സത്യം. സുജയ പാർവതി ബിഗ് ടി വിയിൽ നിന്ന് 12 ദിവസത്തിനുള്ളിൽ രാജിവെച്ചു. മേക്കപ്പ് ചെയ്യാൻ ആളെ അനുവദിക്കാൻ പറ്റില്ല. സംഗീണി സുജയ പാർവതിയുടെ തീപ്പൊരി ഇംഗ്ലീഷ്. സുജയനെ വെച്ചിട്ട് സുജയ ആത്മഹത്യയുടെ വക്കിൽ, കല്യാണം മുടങ്ങിയോ ഭഗവാനെ, അതും ഉണ്ട് അതിനിടയ്ക്ക്. ഇത് വളരെ കൃത്യമായിട്ട് അവർ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ്. അനിൽ അയിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, പുള്ളിയെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ കുറച്ച് പരിചയമുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഈ ഒരു വിഷയം വരുമ്പോൾ ചില വിഷയങ്ങൾ നമുക്കും ചിലപ്പോൾ ചില വിഷയങ്ങൾ അറിഞ്ഞൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാരുള്ളത് കൊണ്ട് അറിഞ്ഞപ്പോൾ ഉള്ളുന്ന് ഈ മാധ്യമങ്ങൾ, ഈ ന്യൂസ് ചാനൽസ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബാക്കിയുള്ളവരൊക്കെ കാണിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചാൽ ഒരുപാട് ചിരിച്ചു. അപ്പോൾ ഇവർ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അയാൾ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ്. ഒരുപാട് ചിരിക്കുക, ഇവരെന്തൊക്കെയാണോ ചങ്ങാതി ഇത് പറയുന്നത് കണ്ടോ, ഇതൊന്നുമല്ല അതിൻ്റെ സത്യം. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവിടെ വർക്കൗട്ട് അയക്കുന്നത്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതുകൊണ്ട് വ്യൂസ് ഉയരും, മുകളിലെത്തുന്നറിയില്ല. പക്ഷേ ലോഞ്ച് നടന്നോ? ബിഗ് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ബാക്കിയുള്ളവരെ പോലെ ഒരുപാട് വലിയ പരസ്യങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ട് കൊണ്ടുവരുന്നതിന് പകരം ഇതുപോലുള്ള ട്രോളുകൾ വാങ്ങി അത്ര അധികം, അല്ലെങ്കിൽ അവർ സുജയ പാർവതിയിലേക്ക് ആ മേക്കപ്പ്, ഞാനതല്ല ആലോചിക്കണം, മേക്കപ്പ് ആളി എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ എടുത്ത് സംസാരിക്കുന്നവരെ കഥ ആലോചിച്ച് നോക്കുക.
ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാണോ അതിൻ്റെ പുറകിൽ സുജയ പാർവതിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആൾക്കാരും തോന്നുന്നുണ്ടോ? സംഭവം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം അതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ വളരെ പച്ചയ്ക്ക് തുറന്ന് കാണിക്കുകയാണ് ബിഗ് ടി വിയും അതിൻ്റെ പുറകെയുള്ള ആൾക്കാരും ചെയ്തിട്ടുള്ളത്. എങ്ങനെ എത്താം, എന്താണ് രേണു സുധി, എന്താണ് അറാഠണ്ണൻ, അല്ലെങ്കിൽ എന്താണ് അലിൻ ജോസ് പെരേര, ഇവരെല്ലാം ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്? ആ സ്ട്രാറ്റജി ഒരു വലിയൊരു ചാനൽ, ഒരു മുഖ്യധാര ഇതിലേക്ക് വരുന്ന ഒരു മാധ്യമം ഉപയോഗിച്ചു എന്ന് മാത്രം പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.